ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ എയർടെലിൻ്റെയൊക്കെ DTHൻ്റെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന റിമോട്ട് കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആവുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെക്ക് ചെയ്ത് അത് ക്ലിയർ ചെയ്തെടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഓരോ സ്വിച്ചുകൾ നമ്മൾ അമർത്തുന്ന സമയത്ത് നമ്മൾ അതിന് ബ്ലിങ്ക് ചെയ്യുന്നത് കാണുന്നുണ്ട്. പക്ഷേ ഈ ഇൻഫ്രാറെഡ് ഇതാണ് ശരിക്കും അതിൻ്റെ റിയൽ സംഭവം വരുന്നത്. ഇൻഫ്രാറെഡ് കണ്ടോ, ഇത് ശരിക്കും നമ്മൾ മൊബൈൽ ക്യാമറയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതായത് നല്ലൊരു റിമോട്ട് ആണെങ്കിൽ നമ്മൾ മൊബൈൽ ക്യാമറയുടെ ഫ്രണ്ടിൽ വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഓരോ സ്വിച്ച് ഞെക്കുന്ന സമയത്ത് ആ ഇൻഫ്രാറെഡ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇതിപ്പോൾ ഓൾറെഡി ബ്ലിങ്ക് ചെയ്യുന്നില്ല, അപ്പോൾ അത് കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലായി. എന്ത് കംപ്ലൈൻ്റ് ആണെന്ന് നമുക്ക് ആദ്യമേ ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യമേ തന്നെ അതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് ഊരിയെടുക്കണം. ബാറ്ററി ഊരിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ പൊസിഷൻ നോക്കണം. അതിൻ്റെ പ്ലസ് എവിടേക്കാണ് വന്നിരിക്കുന്നത്, ഏത് ടൈപ്പ് സ്ഥലത്തേക്കാണ് വന്നതെന്ന് നോക്കുക. കേട്ടോ, പ്ലസ് ഇങ്ങ സൈഡത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ക്ലിയർ ആയിട്ടുണ്ട്. കാരണം പൊളാരിറ്റി, നമ്മുടെ ബാറ്ററിയുടെ പൊളാരിറ്റി മാറിപ്പോകരുത്. 2 ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. 2 ബാറ്ററി നമ്മൾ അഴിച്ചു മാറ്റിയതിന് ശേഷം നമ്മുടെ റിമോട്ടിൻ്റെ സൈഡ് നമുക്ക് ജസ്റ്റ് ഒരു പഞ്ചിങ് ആണ്. കണ്ട, പഞ്ചിങ്ങിൻ്റെ ലോക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ ലോക്ക് ഒന്ന് വിടിയിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. ജസ്റ്റ് നമ്മളൊന്ന് പഞ്ചിങ് ഊരി കഴിയുമ്പോൾ ഇതേ അവസ്ഥയിൽ നമുക്ക് സിമ്പിളായിട്ട് തുറന്ന് കിട്ടും. തുറന്ന് കിട്ടിയിട്ട് ആദ്യമേ തന്നെ അതിൻ്റെ കേസ് മാറ്റുക. പിന്നെ അതിൻ്റെ ബാക്കിൽ കാണുന്നതിൻ്റെ ബട്ടൺസ് ഉണ്ട്, പുഷ് ബട്ടൺസ് കാര്യങ്ങൾ റബ്ബറിൻ്റെയാണ്, ഒരു ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യമേ അതൊക്കെയാണ് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ PCB ആണ് മാത്രമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ളൂ. PCB നമുക്ക് നോക്കുക. PCBയിൽ ആദ്യമേ തന്നെ എന്തെല്ലാം കംപ്ലയിൻറ്റ്സ് ആണ് കാര്യങ്ങൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണാവുന്ന കംപ്ലയിൻറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒറ്റ നോട്ടത്തിൽ കാണാവുന്ന കംപ്ലയിൻറ്റ്സ് ജസ്റ്റ് നമ്മളൊന്ന് PCB ഊരിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തെങ്കിലും LED അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് എന്തെങ്കിലുമൊക്കെ വിട്ട് കിടക്കണമെന്ന് നമുക്ക് ജസ്റ്റ് അറിയാൻ പറ്റും. അത് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇത് നമ്മുടെ ബാറ്ററിയുടെ ടെർമിനലാണ് അതിൻ്റെ അകത്ത് വരുന്നത്. കണ്ടോ, ഇത് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഇൻഫ്രാറെഡ് ആദ്യത്തെ LED എന്ന് പറയുന്നത് അത് ബ്ലിങ്കിങ് കാര്യങ്ങൾ പ്രശ്നമൊന്നുമില്ല. രണ്ടാമത്തെ LED കണ്ടോ, ആ ഇൻഫ്രാറെഡ് വൈറ്റ് ഗ്ലാസ് ടൈപ്പ് LED, ആ ഇൻഫ്രാറെഡ് LED ആണ്, IR LED ആണ്. അത് ഇളകിയിരിക്കുകയാണ്. കണ്ടോ, ഇളകിയിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ റിമോട്ട് വർക്ക് ചെയ്യാത്തത്. വേറൊന്നും ചെയ്യാനില്ല, സിമ്പിളായിട്ട് അവിടേക്ക് വയ്ക്കുക, അതേ പൊസിഷനിൽ തന്നെ വയ്ക്കുക. പൊളാരിറ്റി ചേഞ്ച് പോകരുത്. LEDക്ക് ഇൻഫ്രാറെഡ് ആണെങ്കിൽ ഏത് LED ആണെങ്കിലും അതിന് പ്ലസ്സും മൈനസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊളാരിറ്റി ചേഞ്ച് പോകരുത്. അതേ ലെവലിൽ തന്നെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്താൽ മാത്രം മതി. സോൾഡർ ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമേ തന്നെ അതെല്ലാം കറക്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നല്ലൊരു സോൾഡറിങ് അയൺ എടുത്തതിന് ശേഷം ഒരു 25 വാട്ടിൻ്റെ സോൾഡറിങ് മതി. സോൾഡറിങ് എല്ലാം ഓക്കെ ആക്കിയതിന് ശേഷം ആ 2 പോയിൻറ്റ് പതുക്കെ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക. പതുക്കെ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തിരിച്ച് അതേപോലെ തന്നെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ആ സെയിം റിമോട്ട് തന്നെ നമ്മളെടുത്തതിന് ശേഷം അതെല്ലാം കറക്റ്റായിട്ട് അതുപോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്തു. സോൾഡറിങ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നേരെ പാക്ക് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് മുന്നേ നമുക്ക് ക്യാമറ ഒന്ന് ഓൺ ആക്കണം. നമ്മുടെ ക്യാമറയിലാണ് എടുക്കുന്നത്. കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ ക്യാമറയിൽ വരുമ്പോൾ മൊബൈലിൻ്റെ ക്യാമറയിലോ ഏത് ക്യാമറയിലാണെങ്കിൽ നമുക്ക് IR ഇൻഫ്രാറെഡ് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷേ ക്യാമറയിൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. കണ്ടോ, ആ ഉള്ളിലുള്ള LED ബ്ലിങ്ക് ചെയ്യുന്ന പോലെ തന്നെ ആ പുറത്തുള്ള LED IR ബ്ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. IR ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മുടെ റിമോട്ട് ഓക്കെ ആയി കഴിഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം. ഉണ്ട്, IR ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇൻഫ്രാറെഡ് നമുക്ക് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ക്യാമറ സിസ്റ്റത്തിൽ എല്ലാത്തിലാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ഇൻഫ്രാറെഡ് വർക്ക് ചെയ്യുന്നത് നമുക്ക് മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് കാണാൻ സാധിക്കും. പക്ഷേ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ മൊബൈൽ ഓക്കെ, നമ്മുടെ റിമോട്ട് ഓക്കെ ആയി കഴിഞ്ഞു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നമ്മുടെ DTHൻ്റെ റിമോട്ട് കാര്യങ്ങളൊക്കെ ഏത് റിമോട്ടാണെങ്കിലും DTH മാത്രമല്ല ഏത് റിമോട്ടാണെങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ കംപ്ലയിൻറ്റ്സ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.